ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ സ്മൂത്ത് ഗോയിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾ അറിയരുത് എന്ന് അവരാഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണ്, അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ആ ഒരു കാര്യം എന്താണ്, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. റീഡിങ് നടക്കുന്ന സമയത്ത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ആ ഒരു രഹസ്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുത് എന്ന് കരുതി മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുത് എന്ന് കരുതി മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം എന്താണ്. ഓക്കെ, നമുക്കൊരു കാർഡ് ചാടി ഒന്ന് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം എന്താണ്, എന്ത് കാര്യമാണ് നിങ്ങൾ അറിയരുത് എന്ന് അവർ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുത് എന്ന് വിചാരിക്കുന്ന ആ ഒരു രഹസ്യം എന്താണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. മാസ്റ്റർ കാർഡ്, ദ ഫുൾ കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ സെക്കൻഡ് ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു രഹസ്യമാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾ അറിയരുതെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ എനർജി ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേഴ്സൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ചില സമയത്ത് വളരെ സ്നേഹത്തോടെ ഈ പേഴ്സൺ പെരുമാറിയിട്ടുണ്ടാകാം നിങ്ങളുടെ അടുത്ത്. പിന്നീട് പെട്ടെന്ന് ദേഷ്യം കാണിക്കുന്നു, അങ്ങനെ ഒരു ഇത്. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും ഒരു കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾ കണ്ട ഒരു മുഖമേ ആയിരിക്കില്ല ഈ പേഴ്സൺ ഉള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഈ പേഴ്സൺ ഉള്ളത്. അതായത് ഒരു മൂഡ് സ്വിങ്സ് ഉള്ള വ്യക്തിയാണ്. മോർണിംഗിൽ ഒരു തരത്തിലുള്ള സ്വഭാവവും, ആഫ്റ്റർനൂണിൽ വേറെ, ഈവനിങ്ങിൽ വേറെ സ്വഭാവം, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ഒരു പീരീഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടുണ്ടാകാം, പല പ്രശ്നങ്ങളൊക്കെ വന്ന് അത് അവസാനിച്ച് പോയിട്ടുണ്ടാകാം. മറ്റു ചിലർക്ക് ഇതൊരു ഡെഡ് എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമായിരിക്കാം. അപ്പോൾ രണ്ടുപേരും ഇവിടെ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട്. കൺഫ്യൂസ്ഡ് ആണ്, രണ്ടുപേരും ടെൻസ്ഡ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ എന്ന സംശയം ഈ രണ്ടു പേർക്കും, നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉണ്ട്. ഇനി ഇതിനൊരു ഭാവി ഉണ്ടാകും എന്ന് ഒരു ഉറപ്പും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊന്നും നിങ്ങൾ തമ്മിലില്ല. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉള്ള വ്യക്തികൾ, കൂടുതൽ ആളുകളെ ഇവിടെ സെപ്പറേഷനിലുള്ളവരെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഇനി കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ തന്നെ നിങ്ങൾ തുറന്നൊന്നും സംസാരിക്കുന്നില്ല, ഒരു ഡീപ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാത്ത വ്യക്തികളായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നു. ഒന്നില്ലെങ്കിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ ഒരു എൻഡിലേക്ക് എത്തുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളവരെയാണ് കൂടുതലും ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് നെഗറ്റീവ് കാർഡ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൻ്റെ എനർജി വളരെ നെഗറ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് അവർ വളരെ സഫർ ചെയ്യുന്നു. അതായത്
ഫസ്റ്റൊക്കെ ഒറ്റ ഒരു ഓവറോൾ പറയുകയായിരുന്നെങ്കിൽ ഫസ്റ്റ് അവർ ഭയങ്കര നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടും ഒരു ക്യൂന് അല്ലെങ്കിൽ ഒരു കിങ്ങായിട്ട് നിന്നിരുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന രീതിയിൽ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ സഫർ ചെയ്യുന്നു. കാലചക്രം തിരിഞ്ഞു വന്നപ്പോൾ അവർ സഫർ ചെയ്യുന്നു എന്നാണ് ഓവറോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയാം. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിപ്പോൾ സഫർ ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. ഇവർ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ചെയ്തിട്ടുണ്ട് എന്നത് ഇവിടെ നമുക്ക് വ്യക്തമായിട്ടും തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമുക്കിവിടെ നന്നായി കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനുള്ളിലിട്ട് നന്നായിട്ട് സഫർ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. ഒരുപാട് സ്ട്രെസ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പല ടൈമിലും ചീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരൊരു മാസ്ക് ഇട്ട് അല്ലെങ്കിൽ ഒരു മുഖംമൂടി ഇട്ടാണ് നിങ്ങളുടെ മുന്നിൽ പലപ്പോഴും നിന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഏതൊരു പ്രശ്നം വന്നാലും ലാസ്റ്റ് അതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ ആ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി നിങ്ങളാണ് എന്ന രീതിയിൽ അത് നിങ്ങളുടെ തലയിൽ വളച്ചു കെട്ടി കൊണ്ടുവന്ന് ചാർത്തി തരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മറ്റൊരു മുഖം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ആദ്യമൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇപ്പോൾ കുറേ നാളുകളായി ഇതിങ്ങനെ വന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായി വ്യക്തമായി നിങ്ങൾക്കൊരു ധാരണ വന്നിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു മുഖമല്ല, ഈ മുഖംമൂടിക്ക് ബാക്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മുഖമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് ചോയ്സസ് കണ്ട് അങ്ങോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അവരുടെ മുന്നിൽ ഒത്തിരി ചോയ്സസ് ഉണ്ടായിരുന്നു, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവർ വലിയ മിടുക്കരാണ്, അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ വെറും ഒരു ലോയാന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് അവർ ആ ചോയ്സിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രമാണ് ഇവർ ചെയ്യുക. മറ്റുള്ളവരുടെ ഫീലിങ്സോ ഇതൊന്നും അവർ കൺസിഡർ ചെയ്യില്ല. അവർക്ക് ശരിയാണെന്നുള്ള കാര്യമല്ല, അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം, അതായത് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു എന്നതാണ്. അതിനുവേണ്ടി നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ ഒരു കള്ളങ്ങളൊക്കെ പറയേണ്ടി വന്നാലോ അതൊന്നും അവർക്ക് യാതൊരുവിധ പ്രശ്നവും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവരിപ്പോൾ വല്ലാതെ സഫർ ചെയ്യുന്നതായിട്ടും അതുപോലെ നിങ്ങളോട് അവർ ചെയ്തു പോയ പല കാര്യങ്ങളിലും അവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെയധികം ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓൾറെഡി മുന്നേ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെന്ന്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അവരുടെ ഈ ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ മനസ്സിൻ്റെ വിഷമം ഒക്കെ മറ്റൊരാളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വേദന അതൊക്കെ നിങ്ങൾ അറിയരുത് എന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യമാണ് ഇവർ ഒളിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ മാറി നിങ്ങളുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പിൽ വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനും അവർക്ക് അത്ര ഉറപ്പൊന്നുമില്ല. കാരണം അവർ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിനും അവർക്ക് അത്ര ഉറപ്പൊന്നുമില്ല. കാരണം അത്രത്തോളം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ച ഒരു വ്യക്തിയാണ്. അന്ന് അവർക്കതൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ കാരണം അവർക്ക് ഇഷ്ടമായ ചോയ്സ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു സമയം തന്നെയായിരുന്നു അത്. പക്ഷെ ഇന്ന് കാലചക്രം തിരിയുമ്പോൾ അതാണ് നമുക്കിവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. കാലചക്രം തിരിഞ്ഞപ്പോൾ അവരിത് അനുഭവിക്കുന്നു. അവർ ഈ അനുഭവിക്കുന്ന അവരുടെ പെയിൻ ഇതൊന്നും നിങ്ങൾ അറിയരുത് എന്നാണ് അവരുടെ ആഗ്രഹം. അതാണ് അവർ ഒളിച്ചു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. ഇവരുടെ ഉള്ളിൽ 100 കൂട്ടം ചിന്തകളാണ്. പക്ഷെ പുറമേ കാണുമ്പോൾ ഒന്നും അങ്ങനെ ഒരു ഭാവവും ഇല്ല, ഒന്നും അല്ലാത്തൊരു ഭാവമാണ് അവർ കൊടുക്കുന്നത്. അതായത് അവർ ഹാപ്പിയാണ്, എല്ലാവരും കരുതിക്കോട്ടെ എന്ന് അങ്ങനെ അവർ ചിന്തിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ കരുതിക്കോട്ടെ, അവർ ഹാപ്പിയാണെന്ന് വിചാരിച്ചോട്ടെ എന്നവർ ചിന്തിക്കുകയാണ്. ഇത്ര ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. കാരണം അവരിങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു കാര്യം അവർ സഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ അവർക്കുണ്ട്, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കാം, അവൻ എന്നോട് ചെയ്ത അല്ല അവൾ എന്നോട് ചെയ്തതിന് അവന് കിട്ടി അല്ല അവൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കില്ല, പക്ഷേ അവരെ വെച്ചാണ് അളക്കുന്നത്. അപ്പോൾ അവരങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാകും, അവന് എന്നോട് ചെയ്തതിന് കിട്ടി അല്ലെങ്കിൽ അവൾക്ക് എന്നോട് ചെയ്തതിന് കിട്ടി എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും എന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ചിന്ത നിങ്ങളിൽ വരാനോ അങ്ങനെയൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ വേദന നിങ്ങളെ കാണിക്കാതെ മറച്ചു വെച്ചിട്ട് അവർ നിൽക്കുകയാണ്, വളരെ ഹാപ്പിയായി എന്ന രീതിയിൽ മുഖം മൂടിയിട്ട്. ഇപ്പോഴും അവരൊരു മുഖം മൂടിയിട്ട് നിൽക്കുകയാണ്.
അപ്പോൾ എൻ്റെ വേദന എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ, ആരും അതറിയണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, നിങ്ങളെ ചതിച്ചിട്ട് ഒരു തേർഡ് പാർട്ടിയിലേക്ക് അവർ പോയി എന്നുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോയതും ആകാം. അപ്പോൾ എന്തായാലും ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ട് ചീറ്റ് ചെയ്ത് പോയതോ അങ്ങനെ എന്തുമാകാം. അപ്പോൾ അപ്പോൾ അങ്ങനെ അവർ പോയി, എന്നിട്ട് അവർ ആ ഒരു സിറ്റുവേഷനിൽ, അതിപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ എന്തോ ഒന്ന് വലിയത് നേടാൻ പോയതായിരിക്കാം. അപ്പോൾ ഏതോ ഒരു സിറ്റുവേഷനിൽ അവർ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്, അതായത് കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ആ ഒരു ചെന്ന സ്ഥലത്ത് ഇവരുടേതായ കളികളൊന്നും അവിടെ നടക്കുന്നില്ല. ഇവർ നിങ്ങളുടെ അടുത്ത് ഇറക്കിക്കൊണ്ടിരുന്ന കളികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദേഷ്യം കാണിക്കുന്നു, 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഹാപ്പി കാണിക്കുന്നു, അപ്പം നിങ്ങൾ ഇതിനൊക്കെ പുറകെ ആടാൻ നിന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ പുറകെ പോയിട്ടുണ്ട്, ഓക്കെ അതൊക്കെ ഇതൊക്കെ എന്നൊരു രീതിയിൽ നിന്നിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഇവർ ചെന്ന സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഇവർ ചെന്ന ഒരു വ്യക്തിയിൽ ഇവരുടെ ഈ കളികളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവരവിടെ സഫർ ചെയ്യുകയാണ്, അവർക്കതൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിൽ അവരെ വല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. അത് ആ ഒരു കാര്യം നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു സ്ഥലത്ത് അവർ പലപ്പോഴും താഴ്ന്നു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നു, വിട്ടുകൊടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊന്നും നിങ്ങൾ അറിയരുത് എന്നിവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പഴയ അവരുടെ ആ ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പണ്ട് ഇവർ പറഞ്ഞിരുന്ന പല കാര്യങ്ങൾ ശരിയല്ല എന്ന് അവർക്ക് വ്യക്തമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പെരുമാറിയിരുന്നത് മോശമായിരുന്നു, അത് അങ്ങനെയല്ലായിരുന്നു, അങ്ങനെയുള്ള ഒരു കുറേ കാഴ്ചപ്പാടുകൾ ഇവർക്ക് മൊത്തം മാറിയിട്ടുണ്ട്. പക്ഷെ അത് അംഗീകരിക്കാൻ ഇവർക്ക് ഈഗോ കാരണം പറ്റുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. നിങ്ങൾ എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു ചീറ്റിങ്ങിൻ്റെ ഫലമായാണ് ഇതൊക്കെ അവർ അനുഭവിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ ചീറ്റിങ്ങിൻ്റെ ഫലമായിട്ടാണ് എനിക്കിതെല്ലാം വന്നിരിക്കുന്നതെന്നും അവർക്ക് നല്ലതായിട്ട് മനസ്സിലാകുന്നുണ്ട്. കാര്യം മനസ്സിലായെങ്കിലും ഇവരിപ്പോഴും ഈഗോയിസ്റ്റിക് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ താഴാനായിട്ട് അവർക്ക് ഒട്ടും സാധിക്കുന്നില്ല, അവർക്ക് കഴിയില്ല. അതുപോലെ നിങ്ങളെക്കുറിച്ച് അവരെപ്പോഴും ഓർക്കുന്നുണ്ട്, നല്ല നല്ല മെമ്മറീസ് വരുന്നുണ്ട്, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. പക്ഷേ അവരൊരു എൻ്റെ തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞൊരു ക്ഷമ പറഞ്ഞ് തിരിച്ചു വരാനായിട്ട് അവർ തയ്യാറല്ല. നിങ്ങൾ വേണമെങ്കിൽ അവരുടെ അടുത്തേക്ക് വരട്ടെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളായിട്ട് വന്നു, പക്ഷേ ഇവർക്ക് ഓൾറെഡി ഇവർ ഇതിൽ നിന്ന് ചാടാൻ നിൽക്കുകയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നിങ്ങളായിട്ട് വന്നതുകൊണ്ട് നിങ്ങളെ സ്വീകരിച്ചു, അവർ അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് നല്ല രീതിയിൽ പോകാൻ ഇവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവരായിട്ടൊരു ക്ഷമയൊക്കെ പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അവർ താഴാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അത് അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ നിങ്ങളോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല. നിങ്ങൾ അവരിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. പിന്നെ ഉള്ളിലൊരു പ്രഷർ, നിങ്ങൾ അറിയരുത്, വിഷമം അറിയരുത് എന്ന് തന്നെയാണ് ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയി ഒന്ന് കണക്ട് ചെയ്തേക്കാം എന്നൊക്കെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരു വ്യക്തിയാണ് എങ്കിൽ എന്നെ വിളിക്കണേ, എന്നെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് പുറകെ പോകരുത് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. അപ്പോൾ സെൽഫ് വാല്യൂ കളഞ്ഞ് നമ്മൾ അവരെ തിരിച്ച് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനൊരു അർത്ഥവുമില്ലാത്ത ഒരു രീതിയായി മാറിപ്പോകും. അപ്പോൾ അവരുടെ തെറ്റ് മനസ്സിലാക്കി നമ്മളിലേക്ക് എപ്പോൾ വരുന്നോ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുകയുള്ളൂ. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ അവരിലേക്ക് ചെല്ലാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ ആരാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്ത് പോയത്, ആ ഒരു വ്യക്തി യൂണിവേഴ്സിൻ്റെ ഡിവൈൻ ടൈമിൽ ഒരുമിച്ച് ചേരാനായിട്ട് ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ നിങ്ങളിലേക്ക് വന്നുകൊള്ളും. അതുകൊണ്ട് സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ അങ്ങനെ നടക്കേണ്ട